ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സൺഡേ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ദിവസമാണ്. കാരണം എല്ലാവരും വീട്ടിലുണ്ടാവും, വേറെ പ്രത്യേകിച്ചിട്ട് സ്കൂളിൽ പോകണ്ട, ജോലിക്ക് പോകണ്ട. സോ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതാ രാവിലെ ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇപ്പോൾ ചെറിയൊരു സ്പ്രിംഗ് ഒക്കെ തുടങ്ങി, അതിൻ്റെ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാൻ വിചാരിച്ചു. സാധാരണ ഈ സമയത്ത് ഋതു എണീറ്റ് വരലില്ല കേട്ടോ. അപ്പോൾ ഋതു ഓൾറെഡി ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു ചായ ഇട്ടിട്ട് കുടിക്കാമെന്ന്. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെയാണ് തുടങ്ങുന്നത്. പൊതുവേ ലേറ്റായിട്ടാണ് എനിക്ക്, എന്നാലും നമ്മൾ സുപ്രഭാതം വെക്കും കേട്ടോ. കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്കൊരു പോസിറ്റീവ് എനർജി ആ ഒരു ദിവസം മുഴുവൻ തരും കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്ക് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. ദോശ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ദോശയ്ക്ക് മാവ് അരച്ചേക്കാൻ മറന്നു ഗൈസ്. സോ ജസ്റ്റ് ഒരു ഗ്രീൻ പീസ് കറിയും ഒരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊരു തട്ടിക്കൂട്ട് ദോശ, പിന്നെ ചായ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കൂട്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ മൂവി ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കണ്ട മൂവി ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങി. കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, അത് റോസ്റ്റ് ചെയ്യണം. പിന്നെ സാമ്പാർ, ക്യാബേജ് തോരൻ, ബീട്രൂട്ട് തോരൻ ഇത്രയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് 2-3 ദിവസം അടുപ്പിച്ച് ഞങ്ങൾ ഷിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെക്കും ഫ്രിഡ്ജിൽ. കാരണം ഉച്ചത്തേക്ക് ലഞ്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് വേണം കേട്ടോ. സോ കുറച്ചധികം ഉണ്ടാക്കി വെക്കും കേട്ടോ. എല്ലാം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. ലഞ്ച് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ട് എന്നൊന്ന് പുറത്ത് പോകണമായിരുന്നു. കാരണം നമുക്ക് ഋതുവിനൊരു ഡെൻ്റൽ ക്ലിനിക്കിലൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഫുഡൊക്കെ കഴിച്ച് ഞാനും ഋതുവും കൂടിയിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പതുക്കെ നടക്കുകയാണ്. നമുക്ക് പോകുന്ന വഴിയാണിത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിൻ്ററൊക്കെ മാറി സ്പ്രിങ്ങിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എല്ലായിടത്തും പൂക്കളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറി ബ്ലോസമൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ് കേട്ടോ. കണ്ടോ, അത്ര നന്നായിട്ട് നല്ല രസമാണ് ഇത് കാണാൻ. ഇത് കാറ്റൊക്കെ വീശുമ്പോൾ ഈ പൂവിൻ്റെ ഇതളുകളൊക്കെ ഇങ്ങനെ പറക്കും കേട്ടോ. റോട്ടിലൊക്കെ ഉണ്ടാവും. പിടിച്ചേടാ, പിടിച്ചേ. എവിടെ നീ കണ്ടോ? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ആ പൊന്ന്, അതിൻ്റെ ഉള്ളിലുണ്ട്. എവിടെ എവിടെ ശരിക്കും കിട്ടണം. പറഞ്ഞുപോയി. അപ്പോൾ നമ്മൾ കിളികളൊക്കെ കണ്ടിട്ട് നമ്മളിവിടെ എത്തി കേട്ടോ. നമ്മുടെ ക്ലിനിക്ക് ഇവിടെ അടുത്താണ്, നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് എന്താ പറയുക, ട്രീറ്റ്മെൻറ്റൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പല്ലിന് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് മുന്നേ നമ്മളിതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളത്, ചെക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ അവളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്ത് വന്നതാണ്. അപ്പോൾ ഋതുവിനെ നോക്കി. അപ്പോൾ അവന് ഒരു 2 കാവിറ്റീസ് ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ നമുക്ക് എന്താ പറയുക, കുറേ ഷോപ്പുകളുണ്ട്. നമ്മുടെ ദേശി ഫുഡ്സൊക്കെ കിട്ടും, പാനിപ്പൂരി, ബേൽപൂരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബേൽപൂരിയാണ് കഴിച്ചത്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളത് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളങ്ങനെ നടക്കുകയാണ്. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. ഞങ്ങളിപ്പോൾ പോന്നിട്ട് 2 മണിക്കെങ്ങാണ്ട് വന്നതാണ്. ഇപ്പോൾ ഏകദേശം 6 മണിയാവാനായി. അപ്പോൾ ഈ റിവർ ഐലൻഡിൻ്റെ ഷോപ്പിൽ നിന്ന് ഞാനൊരു വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാർക്കെങ്കിലും അറിയെങ്കിൽ ഒരു വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. വാച്ച് മേടിച്ചിട്ട് ഞാൻ തിരിച്ച് വരുന്ന വഴി അത് മിസ്സായി കേട്ടോ.
ഭയങ്കര സങ്കടമായി, അത് പോയി. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തണ വഴിക്ക് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാൻ ഒരു പരിപാടിയില്ല, നേരെ പോവുക, കിടന്നുറങ്ങുക. ഇനി 8 മണിയാകുമ്പോൾ നമ്മൾ എണീക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.